ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഇത് ഇത്രയും വലിയ വിഷയമായി പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ചതിന് പിന്നിൽ അവർക്കൊരു അതിശക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഗണേശ് തന്നെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു അവരുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഡീലുകളും എന്ത് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിന്ദു മേനോനോട് സംസാരിക്കും. ഇയാളുടെ രണ്ടാം ഭാര്യ ബിന്ദു മേനോൻ പൊതുമണ്ഡലത്തോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളങ്ങളും നട്ടാൽ കുരുക്കാത്ത നുണകളുമായിരുന്നു. നമസ്കാരം. കഴിഞ്ഞ 3 ദിവസങ്ങളായി കേരളത്തിലെ പ്രധാന പ്രശ്നം മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ അവിഹിതമായിരുന്നു. അദ്ദേഹത്തെ അരുതാത്ത സാഹചര്യത്തിൽ വീട്ടിൽ വെച്ച് കണ്ടു എന്നും പിടികൂടിയെന്നും ഇക്കാര്യം 112-ൽ വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ കേരളത്തിലെ പട്ടിക്കും പൂച്ചയ്ക്കും പോലും അറിയാവുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഇന്ന് ചിത്രം തിരിഞ്ഞു വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഇതുപോലൊരു അവിഹിതമല്ല എന്നുള്ള സംഭവത്തിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് കെ.എം. ഷാജൻ സാർ നമ്മളോടൊപ്പമുണ്ട്. സാർ, നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഇതുപോലൊരു അവിഹിതമാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ ഫോൺ കോളിൽ ഈ പറയുന്ന പരാതിക്കാരിയുടെ നിലപാട് മാറുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താണ് അതിൽ ഈ ഗണേഷ് കുമാർ അവിഹിതത്തിൻ്റെ ഒരുത്തനാണെന്നും അവനൊരു കാമഭ്രാന്തനാണെന്നും കാമവെറിയനാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആരും തർക്കമില്ല. ആ നിലപാട് നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളെ വിസ്മയിപ്പിച്ചൊരു സംഭവം എന്ന് പറയുന്നത്, തൻ്റെ ഭർത്താവിനെ അരുതാത്ത ഒരു സാഹചര്യത്തിൽ കണ്ടുവെന്നും അത് താൻ 112-ൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പോലീസ് വന്നു. പോലീസ് ഇടപെട്ടില്ല. തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. തൻ്റെ ഇതിൻ്റെ തെളിവുകൾ മുഴുവൻ വിവരങ്ങൾ മുഴുവനുണ്ട്. താനത് മുഖ്യമന്ത്രി മകൾക്ക് ഉൾപ്പെടെയൊക്കെ അയച്ചു കൊടുത്തു എന്ന് മന്ത്രിയുടെ ഭാര്യ തന്നെ ഒരു പ്രമുഖ ന്യൂസ് ചാനലിനോട് അത് പറയുന്നു. അവർ ടെലിഫോൺ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നു. പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുന്നു. ഇയാളുടെ രാജിയുടെ സാധ്യത വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഇയാൾ മുഖ്യമന്ത്രിയെ കാണുമെന്നുള്ള വിവരം വരുന്നു. മുഖ്യമന്ത്രി പോലീസിനോട് വിവരം അന്വേഷിച്ചു എന്നുള്ള വിവരം വരുന്നു. അതിൻ്റെയൊക്കെ ഇടയിൽ പൊടുന്നനെ ഈ ഭർത്താവിനെക്കുറിച്ച് പരസ്യമായി അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ഭാര്യ പൊടുന്നനെ വന്നിട്ട് നിലപാട് മാറ്റുന്നു. അത് എന്തായാലും എൻ്റെ ഭർത്താവല്ലേ, എനിക്കങ്ങനെ ഭർത്താവിനെയും സർക്കാരിനെയും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മോശമാക്കാനുള്ള താല്പര്യം എനിക്കില്ല. എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ 2014 മുതൽ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ പിന്മാറുന്നു എന്ന് പറയും. അപ്പം അതിൽ തന്നെ എന്തോ ഒരു ദുരൂഹത നമുക്ക് ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ, ഒരു ഭാര്യ, ഒരു ഭർത്താവിനെ കാണുമ്പോൾ ഒരു തരത്തിലും അതിന് അവരുടെ മാനസിക ആഘാതത്തിൽ നിന്ന് വിമുക്തരാകാൻ തന്നെ ദിവസങ്ങളെടുക്കും. എന്ന് മാത്രമല്ല, തൻ്റെ ഭർത്താവിനെ അരുതാത്തൊരു സാഹചര്യത്തിൽ കണ്ടുവെന്നും താനതിൻ്റെ ചിത്രങ്ങൾ എടുത്തുവെന്നും താൻ ആ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളെ അറിയിച്ചുവെന്നും തൻ്റെ ബന്ധുവും മുൻ DGP ആയിരുന്ന ശ്രീലേഖയോട് ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചെന്നും അവർ പറഞ്ഞതനുസരിച്ച് 112-ൽ ബന്ധപ്പെട്ടെന്നും പോലീസ് അവിടെ വന്നുവെന്നും താൻ ഹെൽപ്പ് എന്ന് പറഞ്ഞ് കരഞ്ഞുവെന്നും പോലീസുകാർ എന്നൊക്കെ പറഞ്ഞ് അത്ര ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ പൊതുമണ്ഡലത്തിൽ ഒരു മന്ത്രിയുടെ ഭാര്യ പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ, ദിവസങ്ങൾ പോലും കഴിയുന്നു, ഏതാനും മണിക്കൂറുകൾ പോലും കഴിയുമ്പോൾ ഈ മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞതുപോലെ ഷൂന്നും പറഞ്ഞ് അവർ ഊരിയങ്ങ് പോകും. യഥാർത്ഥത്തിൽ അവർ ഈ കേരളത്തിലെ മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും സ്ത്രീകളെയും കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് അല്ല ഞാൻ പറഞ്ഞത്. അതിനകത്തൊരു ദുരൂഹത നമുക്കെന്നാലും തോന്നി. പക്ഷേ ആ ദുരൂഹത തോന്നിയെങ്കിലും നമുക്ക് ഈ പറഞ്ഞ നമുക്കൊന്നും ചെയ്യാനില്ലാതെ അവർ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ. പക്ഷെ ഇപ്പം നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രം അവരെന്താണ്, അവരാരാണ്, അവരെന്ത് ചെയ്യുന്നവരാണ് എന്നുള്ളത് പുറത്തേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള അഴിമതി ഇടപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും നമുക്ക് സഹായകരമായി എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന കാര്യം. അപ്പോൾ അത് സംബന്ധിച്ച് 2-3 വീഡിയോകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു.
അപ്പോൾ ഇതിൽ ആമുഖമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ശനിയാഴ്ച ഉച്ചയ്ക്ക് വാളകത്തെ ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ നടന്നതായി ഇയാളുടെ രണ്ടാം ഭാര്യ ബിന്ദു മേനോൻ പൊതുമണ്ഡലത്തോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളങ്ങളും നട്ടാൽ കുരുക്കാത്ത നുണകളുമായിരുന്നു. എന്തായിരിക്കാം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നട്ടാൽ കുരുക്കാത്ത നുണ എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പം ഒരു ലൈംഗിക ബന്ധവും കാര്യമൊക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം. പക്ഷേ യഥാർത്ഥ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ എന്തായാലും ഒരു അവിഹിതം മാത്രമല്ല, അതിലും ഗുരുതരമായിട്ടുള്ള എന്തോ ഒരു വിഷയം ഇതിൽ ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. അതാണ് അതിൽ ലൈംഗിക ബന്ധം ചിലപ്പോൾ ഒരു ഭാഗമായിരുന്നേക്കാം. പക്ഷേ ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഇത് ഇത്രയും വലിയ വിഷയമായി പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ചതിന് പിന്നിൽ അവർക്കൊരു അതിശക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നുവെന്നും ഒരു തന്ത്രമുണ്ടായിരുന്നുവെന്നും ആ തന്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവരിത് പറഞ്ഞത്, കഥ ഉണ്ടാക്കിയത് എന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവര് ഒരു ചെറിയ മീനല്ല എന്ന്, അതായത് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ കാര്യത്തിൽ നടന്നത് എന്ന് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. എന്തായാലും ഒരു ചെറിയ ആളല്ല എന്നതിനകത്ത് നമ്മൾ പ്രഥമദൃഷ്ട്യാ നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം, ഇവരും ഭർത്താവും കൂടെ ചേർന്ന് പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ദശകോടിക്കണക്കിന് അഴിമതി പണത്തിൻ്റെ പങ്കുവെക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരും ഗണേഷ് കുമാറും തമ്മിൽ ഉടലെടുത്ത തർക്കത്തിൻ്റെ പരിസമാപ്തിയായിരുന്നു ഇവർ പുറത്തു പറഞ്ഞ ഈ കെട്ടുകഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതാണ് ആമുഖമായിട്ട് പറയാൻ. ഇനി നമുക്ക് അതിൻ്റെ പുറകിലുള്ള കഥകളിലേക്ക് നമുക്ക് പോകും. നമുക്കറിയാലോ 2013 അവസാനം 2014 മറ്റോ ആണ് ഗണേഷ് കുമാർ ഇവരെ വിവാഹം കഴിക്കുന്നത്. യാമിനി തങ്കച്ചിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ആ സമയത്ത് വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ GCC ഹെഡും കണ്ടായിട്ട് ദുബായിലോ മറ്റോ പ്രവർത്തിക്കുകയാണ്. ദുബായിലേക്കുള്ള ഒരു വിമാനയാത്രയിൽ വെച്ചാണ് ഇവരെ പരിചയപ്പെട്ടതിനെ തുടർന്ന് ഇവരെ അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവരും യാമിനി തങ്കച്ചിയും രണ്ട് ധ്രുവങ്ങളിലാണ്. യാമിനി തങ്കച്ചി എന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു സ്ത്രീ, അവർ ഡോക്ടറായിരുന്നു, അവർക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്നും ഗണേഷ് കുമാർ സമ്മതിച്ചില്ല. വീട്ടിൽ പൂട്ടിയിട്ടതുപോലെ കഴിയുന്ന ഒരു സ്ത്രീയായിരുന്നു യാമിനി തങ്കച്ചി. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇവരെന്ന് പറഞ്ഞാൽ ഇവർ വളരെ പ്രൊആക്റ്റീവായിട്ടുള്ളൊരു സ്ത്രീ, വളരെ വലിയ സുഹൃത്ത് ബന്ധമുള്ളൊരു സ്ത്രീ. അവരങ്ങനെ ഒതുങ്ങി കൂടി കഴിയുന്ന ഒരു സ്വഭാവക്കാരിയല്ല, അതിന് അവർക്ക് കഴിയത്തില്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പറഞ്ഞു വന്നത് യാമിനി തങ്കച്ചിയും ബിന്ദു മേനോനും തമ്മിൽ ഒരു അവരതിന് തയ്യാറല്ല, വ്യത്യാസമുണ്ട്. അവരുടെ പേഴ്സണാലിറ്റി തന്നെ രണ്ട് അതെ. അവരിങ്ങോട്ട് വന്ന ഉടനെ തന്നെ അവർ ഗണേഷ് കുമാറിൻ്റെ ഒരു ബ്രാൻഡിങ് അവർ ഏറ്റെടുത്തു. ഒരു സോഷ്യൽ മീഡിയ ടീം ഉണ്ടാക്കി ഇയാളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇയാൾക്ക് കൂടുതൽ അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഗണേഷ് കുമാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ സമയം തന്നെ വരുന്ന ഒരു അതിൻ്റെ എല്ലാം പുറകിൽ ബിന്ദു മേനോനായിരുന്നു. അങ്ങനെ അവരെ അത്തരം കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇടപെട്ട് ജീവിക്കുമ്പോഴാണ് 2024 എനിക്ക് തോന്നുന്നത് ജനുവരി ഫെബ്രുവരിയിലോ മറ്റോ ആന്റണി രാജു രാജിവെക്കുന്നു. ഗണേഷ് കുമാർ മന്ത്രി. ഗണേഷ് കുമാർ മന്ത്രിയായതോടുകൂടി ഇവരുടെ പ്രവർത്തന പന്ഥാവ് മാറുന്നു. 24-ലാണോ 25-ലാണോ? 24-ലാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശരിയാണ്. ഇയാൾ രാജിവെക്കുന്നു, മറ്റേയാളാണ്. പിന്നീട് നമ്മൾ കാണുന്നത്, നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവർ ഗണേഷ് കുമാറിനെ സ്വാധീനിച്ച് പല വകുപ്പുകളിൽ നിന്നും അനധികൃതമായി കരാറുകളെല്ലാം ഏർപ്പാടാക്കും. അതിൽ നമ്മുടെ കയ്യിലുള്ളത് 2 കരാറുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരം. അതിലൊന്ന് ഈ അസംബ്ലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിയമസഭാ സമുച്ചയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് ഈ സ്പീക്കറുടെ ഒരു അധികാര കേന്ദ്രമാണ്. അവിടെ മേടിച്ചിട്ടുള്ള ദശലക്ഷക്കണക്കിന് അലങ്കാര പൂച്ചട്ടികളുടെ കരാറ് ഇവർ അനധികൃതമായി, അതായത് ബിന്ദു മേനോനാണ് ഈ നിയമസഭയിലെ ഈ അലങ്കാര പൂച്ചട്ടികളുടെ കരാർ ഏറ്റെടുത്തത്. അത് ഗണേഷ് വഴി ഷംസീറിനെ സ്വാധീനിച്ചിട്ടാണോ അതോ ഇനി ഇവരുടെ കഴിവുകൾ വെച്ച് ഇവർ നേരിട്ട് ഷംസീറിനെ സ്വാധീനിച്ചിട്ടാണോ നമുക്കറിയില്ല. എന്തായാലും രേഖകളിൽ ഈ ഏത് കമ്പനിയാണോ ഇത് അവിടെ കരാറിൽ അടിസ്ഥാനത്തിൽ ഇത് ചെയ്തതെന്നുള്ള കാര്യം രേഖകളിൽ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും അത് ഇവരുടെ പേരിലുള്ള മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം.
മിഡ് നൈറ്റ് സൺ എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ എന്നുള്ള ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, യഥാർത്ഥത്തിൽ ഈ മിഡ് നൈറ്റ് സൺ ഗ്ലോബലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചൊരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റെടുത്തു. രണ്ടാമത് അവർ കൃഷി വകുപ്പ് മന്ത്രിയെ സ്വാധീനിക്കുന്നു. അത് ഗണേശ് വഴിയാണോ നേരിട്ടാണോ? പി പ്രസാദ്. അതെ. എന്നിട്ട് എന്തോ ഒരു 50 ലക്ഷം മെട്രിക് ടൺ എന്തോ വെളിച്ചെണ്ണ ഗൾഫിലെങ്ങാണ്ട് വിതരണം ചെയ്യാനുള്ള കുത്തക അവിടെ വിതരണം ചെയ്യുന്നതിൻ്റെ കുത്തകാവകാശം അവരെന്തോ കേര കർഷക സഹകരണ സംഘം കൊണ്ടും പറഞ്ഞിട്ട് ഈ കൃഷി വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് കരാറെടുക്കുന്നു. അപ്പോൾ ആ കരാറെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ ഇവരാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. അതിൽ ഈ മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സായി കൊടുത്തിരിക്കുന്നത് കൊടപ്പനക്കുന്നിലുള്ള സിന്ദഗി എന്ന് പറഞ്ഞിട്ടുള്ള ഗണേഷ് കുമാർ ഇവരും കൂടെ താമസിക്കുന്ന വീടാണ്. അത് ശരി. അതായത് ഈ മിഡ് നൈറ്റ് ഗ്ലോബലിൻ്റെ ആസ്ഥാനം കുടപ്പനക്കുന്നിലെ ഗണേഷിൻ്റെ ഉടമസ്ഥതയിലുള്ള വീടാണെന്ന് അർത്ഥം. അപ്പം ആ വീട്ടിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രിയുടെ ഭാര്യയായ ബിന്ദു മേനോനാണ് ഈ 50 ലക്ഷം മെട്രിക് ടൺ ഈ മൂല്യം കൂടിയ വെളിച്ചെണ്ണ വിദേശത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരാറ് ഒപ്പിടുന്നത്. അപ്പോൾ ഈ രണ്ട് വിഷയത്തിലും നിന്നും ഇവരുടെ പ്രവർത്തന ശൈലി നമുക്ക് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഇവരിത് മുഴുവൻ ഏർപ്പാടാക്കുന്നത് ഈ മന്ത്രിമാരുടെ എല്ലാ മാസവും ഒരു വീട്ടിൽ കൂടി വലിയൊരു അസംബ്ലി ഒരു ഡിന്നർ നടത്തും. അപ്പോൾ അവരുടെ ഭാര്യമാരടുത്ത മുറിയിൽ ഈ ഈ വീണ വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാര്യമാരുടെ ഒരു അനൗദ്യോഗിക യോഗത്തിൽ വെച്ചാണ് അത്രേ ഇവർ ഈ വകുപ്പുകളിലുള്ള ഈ കരാറുകളൊക്കെ ഒപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ഏതാണ്ട് ഒരു 50% കമ്മീഷൻ ഇവർ കൊടുക്കുന്നു. അതായത് കിട്ടുന്ന കമ്മീഷന്റെ പകുതി വിധിച്ചു കൊടുക്കുന്നു, പകുതി അവരെടുക്കും. അത് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ആയിട്ട് അവർ വിധിച്ചു കൊടുക്കുന്നു. അങ്ങനെ സുഖകരമായി അവരങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ശ്രദ്ധ KSRTCയിലേക്ക് തിരിയുന്നത്. കാരണം ഇവരുടെ ഭർത്താവ് KSRTC കൊണ്ടിരിക്കണം. അങ്ങനെ തിരിഞ്ഞതിനെ തുടർന്ന് ഗണേശ് തന്നെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു അവരുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഡീലുകളും എന്ത് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിന്ദു മേനോനോട് സംസാരിക്കും. ഫലത്തിൽ ഏതാനും മാസങ്ങൾ കൊണ്ട് അവരൊരു മന്ത്രി പദവിയിലേക്ക് തന്നെ ഉയർന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. KSRTCയുടെ ഭരണം ബിന്ദു മേനോനെ ഏറ്റെടുത്തതുപോലെയായി പരോക്ഷമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ MD അവർക്കൊക്കെ ഇവരുടെ വീട്ടിലെ ഹോം തിയേറ്ററിൽ വെച്ച് ഇവർ തന്നെ മാനേജ്മെന്റ് ക്ലാസ് എടുക്കും. പ്രമോദ് ശങ്കർ എന്ന് പറഞ്ഞിട്ട് പ്രമോദ് ശങ്കർ അയാളെ സ്ഥിരപ്പെടുത്തിയതായിട്ട് വാർത്ത ഉണ്ട്. അയാളിലൂടെയാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം. അയാൾ വെഞ്ഞാറമൂടിലെ മറ്റുള്ളവരാണ്. അവിടെ നിന്ന് ഡെയിലി ഇവിടെ വന്നിട്ട് പോകുന്ന ഒരാളാണ്. അപ്പം അയാൾ വഴി കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം അങ്ങനെ അവർ KSRTCയിൽ ഒരു അധികാര കേന്ദ്രമായി അവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വിവാദമുണ്ടാകുന്നത്. ആ വിവാദം എന്താണെന്ന് ചോദിച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പ്രചരണം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ശരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോവുകയാണ് വേണ്ടത് പ്രചരണത്തിന്. അതെ. കാരണം ഇന്ത്യയിലെ ആകെപ്പാടെയുള്ള CPM മുഖ്യമന്ത്രി, ഏറ്റവും വലിയ ശത്രു നരേന്ദ്രമോദി. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവുകയാണ് വേണ്ടത്. എന്നാൽ അങ്ങനെ പോകാതെ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മരുമകനും കൊച്ചുമക്കളും ഉൾപ്പെടെ ഉള്ള ഒരു പരിവാരത്തോടൊപ്പം ഗണേഷ് കുമാറിൻ്റെ ഭാര്യയും കൂടെ ചേർന്നുകൊണ്ട് സിംഗപ്പൂരിലേക്കും മനിലയിലേക്കും പോകുന്നു. മലേഷ്യയിലേക്ക് അന്നത് വലിയ വിവാദമായല്ലോ, ചർച്ചയായ. കാരണം വെച്ചാൽ ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല. 14 ദിവസം പരിപാടി. പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ ഗണേഷ് കുമാറും പിണറായി വിജയനും തമ്മിൽ ഇങ്ങനെ ഒരു യാത്ര ഒരേ യാദൃച്ഛികമായിട്ടല്ല എന്നുള്ള കാര്യം അറിയാം. കാരണം മലേഷ്യയിലും സിംഗപ്പൂരുമായിട്ടായിരുന്നു ആ യാത്ര. അതൊരിക്കലും യാദൃച്ഛികമായിട്ടുള്ള ഔദ്യോഗിക യാത്രയല്ല. അപ്പം അങ്ങനെ പോകുന്നു. അങ്ങനെ പോയി ആ യാത്രയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പുതിയ വിവാദം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാകും, ഗണേഷ് കുമാർ മന്ത്രിയായപ്പം ഉടനെ തന്നെ വലിയൊരു തർക്കം ഉടലെടുത്തു. ആ തർക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായി നൽകുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് വേണ്ട എന്ന് ഗണേഷ് കുമാർ നിലപാടെടുത്തു. അപ്പോൾ സ്വാഭാവികമായി അതിനെതിരെ എതിർപ്പ് ഉയർന്നു. കാരണം സൗജന്യമായിട്ടാണ് ബസ്സുകൾ കിട്ടുന്നത്, എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള എതിർപ്പ് ഉയർന്നു. കോർപ്പറേഷനിൽ നിന്ന് ആര്യ രാജേന്ദ്രനുമായിട്ട് എന്തോ തർക്കമൊക്കെ ഉണ്ടാകും. എന്തായാലും അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അയാളുടേതായിട്ടുള്ള ന്യായങ്ങൾ പറഞ്ഞു.
നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഈ സിംഗപ്പൂർ മലേഷ്യ ഈ ട്രിപ്പിൽ മലേഷ്യ ഈ ട്രിപ്പിലാണ് ഏതാണ്ട് 300 ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനം ഉണ്ടാകും. അതിനുശേഷമാണ് ഈ ബസ്സുകൾ വാങ്ങുന്നത്. 300 ബസ്സുകൾ. അപ്പം നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ആ 300 ബസ്സുകൾ വാങ്ങാനുള്ള ഡീല് ഈ യാത്രക്കിടയിൽ ഉറപ്പിച്ചത് ഈ ബിന്ദു മേനോന്റെ നേതൃത്വത്തിലാണ്. അവിടെ ഉറപ്പിക്കുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ബസ് നിർമ്മാതാക്കളാണ്. നമുക്ക് എല്ലാവർക്കും അവരുടെ പേരറിയാം, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. എന്ന് മാത്രമല്ല, ആ ബസ് നിർമ്മാതാക്കളുമായിട്ടാണ് ഡീലെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ മേടിച്ചിട്ടുള്ള 300 ബസ്സുകളിൽ എത്ര ശതമാനം ബസ് അവരുടെയാണെന്ന് നോക്കിയാൽ മതി. നല്ല ശതമാനം, 60% ബസ്സുകൾ അവരുടെ തന്നെയാണ്. നമുക്ക് മനസ്സിലാവും. അവരുമായിട്ട് ഡീൽ നടക്കുന്നു. അങ്ങനെ അവർ വളരെ ഒരു വലിയ അധികാര കേന്ദ്രമായി മുന്നോട്ട് പോകും. അപ്പോൾ ആ ഡീലിന്റെ ഭാഗമായിട്ടുള്ള കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ മകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിലുള്ള ആരോപണങ്ങളാണ് പോയിരുന്നത്. അവരോട് പോയപ്പോൾ അവിടെ അതുകൊണ്ടായിരിക്കുമോ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ബിന്ദു മേനോന് ബോധപൂർവം പറഞ്ഞത് ഞാൻ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചറിയിച്ചിരുന്നു. അവിടെ ഒരു വിരുദ്ധതയുണ്ട്. കാരണം മെനഞ്ഞാന്ന് ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ ഈ കാര്യം ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. അവിടെ ഈ അറ്റ് ഹോം നടക്കുമ്പോൾ മന്ത്രിമാരുടെ ഒരു വിരുന്ന് നടക്കുമല്ലോ, ഡിന്നർ നടക്കുമ്പോൾ അവിടെ വെച്ച് ഒരു തവണയോ മറ്റോ കണ്ടിരുന്നു എന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ ഗണേഷും ഭാര്യയും മുഖ്യമന്ത്രിയും കുടുംബവും മലേഷ്യയിലും സിംഗപ്പൂരിലും പോയ വാർത്ത മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരെത്ര വലിയൊരു തന്ത്രശാലിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഫോട്ടോ അവിടെ അയച്ചു. അപ്പോൾ അത് നമ്മൾ പാവങ്ങൾ മനുഷ്യർ വിചാരിക്കുന്നത് ഇയാളുടെ എന്തോ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അയച്ചു കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ചെല്ലുന്നു, ഈ ഡീല് നടത്തുന്നു, അത് സ്മൂത്തായി പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഉയർന്നിരുന്ന ചോദ്യം, അപ്പോൾ പിന്നെ എന്താണ് വിഷയം എന്താ ഉണ്ടായത്? വിഷയം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവർ കുറച്ചു കാലമായി ഗണേഷ് കുമാറായിട്ട് തർക്കത്തിലാണ്. കാരണം ഗണേഷ് കുമാർ ഈ അടുത്ത കാലത്ത് ട്രാൻസ്പോർട്ട് KSRTCയിൽ വിളിച്ചിട്ട് ഇവരെ ബന്ധപ്പെടരുത്, ഒരു കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്തു കൊടുക്കരുതെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് KSRTCയിൽ കൊടുക്കുകയും അയാൾ ഇവരുമായിട്ടുള്ള എന്തോ ഫോൺ എന്തോ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അതവരും പറയുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഗണേഷിൻ്റെ നീക്കങ്ങളിൽ അവർ സംശയാലുവായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഗണേശൻ്റെ വീട്ടിൽ ഉൾപ്പെടെ ചാരന്മാരെ വെച്ചിരുന്നു. ഗണേശൻ്റെ വീട്ടു ജോലിക്കാർ ഉൾപ്പെടെ ഈ ബിന്ദു മേനോൻ്റെ ചാരയായിരുന്നു അല്ലെങ്കിൽ ചാരനായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ വിവരം കിട്ടുന്നത്. എന്തായാലും ഇവർക്ക് വെള്ളിയാഴ്ച വൈകിട്ടോ ശനിയാഴ്ചയോ മറ്റോ ഒരു വിവരം കിട്ടി. ആ വിവരം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡീൽ ഉറപ്പിച്ച ഈ സ്വകാര്യ ബസ് കമ്പനിയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ളൊരു വനിത ഗണേഷ് കുമാറിനെ കാണാൻ വാളകത്ത് വീട്ടിൽ വരുന്നു എന്നുള്ളൊരു വിവരം ഇവർക്ക് ബിന്ദു മേനോന് കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് വലിയ സംശയമാകും. കാരണം ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തിയൊരു ഇടപാടാണ്. ആ ഇടപാടിൽ ഞാനറിയാതെ എന്താണ് ഗണേഷ് കുമാറായിട്ടുള്ളത് അല്ല. അപ്പോൾ അത് തന്നെ ആൾക്കാർക്ക് ഒരു സംശയം തോന്നിയിരുന്നു. കാരണം ബിന്ദു മേനോൻ താമസിക്കുന്നത് തിരുവനന്തപുരത്തും ദുബായിലും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഗണേഷ് കുമാറിന് ഇത്തരം ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ ഇവർ ഈ വിവരം അറിഞ്ഞ് അവിടെ എത്തണമെങ്കിൽ അവിടെ ഒരു ചാരൻ, അതായത് ഗണേഷ് കുമാറുമായി ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും സംശയിച്ചു. നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഗണേഷ് കുമാറിന്റെ വീട്ടിലെ വേലക്കാരിയാണ് ഇവരെ നിയമിച്ചതാണ്, അവരാണ് വിളിച്ചത്. അങ്ങനെയാണ് ഇവർ ചാടിപ്പറഞ്ഞ് ഇരച്ച് കയറി ഇയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെന്ന് നേരെ കിടപ്പുമുറിയിലേക്ക് ചെല്ലുന്നു. കിടപ്പുമുറി ചെല്ലുന്നു, ഉടനെ ചിത്രം എടുക്കും. അപ്പോൾ കിടപ്പുമുറിയിൽ എന്ത് നടന്നെന്ന് അറിയില്ല. ചിലപ്പോൾ ലൈംഗിക ബന്ധമൊക്കെ നടന്നിട്ടുണ്ടാവും. ഗണേഷ് കുമാർ ആയതുകൊണ്ട് അതിന്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ചിലർ പറയുന്നത് അങ്ങനെ നടന്നില്ല, ഇരുന്ന് സംസാരിക്കായിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇവരവിടെ ചെല്ലുന്നു, ചിത്രം എടുക്കുന്നു. ചിത്രം എടുത്ത വാട തന്നെ ഇവര് അത് അയച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കാണ്. അതായത് നമ്മളെല്ലാവരും കൂടി ചെയ്ത ഒരു പരിപാടിയാണ്. ഗണേഷ് മാത്രമായിട്ടൊരു ഡീൽ ചെയ്യുന്നു, എല്ലാം പുറത്തു വരും എന്നുള്ളതായിരിക്കണം. അതാണ് മനസ്സിലായി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് അയച്ചു കൊടുത്തു എന്നുള്ളത് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 പേരും കൂടി ഇരുന്ന് ചെയ്തതാണ് ഈ അഴിമതി ഇടപാട്. അതിനകത്ത് നമ്മൾ 2 പേരും അറിയാതെ ഇയാൾ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തു. അതിൻ്റെ ഫോട്ടോസാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ചെയ്യാൻ നിങ്ങളെ അറിയിക്കുക. അവർ പറഞ്ഞിട്ടേ ഉള്ളൂ, ഒരു അയച്ചു കൊടുത്തു എന്ന് പറയുന്നില്ല. അയച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പം എന്താണ് ഇതിനകത്തൂടെയൊക്കെ പുറത്തു വരുന്നത്? അതായത് ഈ ഒരു സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത് ഒരിക്കലും ഒരു ലോകത്ത് നടത്താത്ത ഒരു ഭരണകൂടം നടത്താൻ ധൈര്യപ്പെടാത്ത കൊടും അഴിമതികളല്ലേ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധം ആവിയതൊക്കെ ഗണേഷിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ശരിയാണ്, പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കും. പക്ഷേ ഈ കോടികളുടെ അഴിമതി മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും.
അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയേ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വരെ അവരൊരു ഇരയായിരുന്നു, ഒരുപക്ഷെ ഒരു അതിജീവിത എന്ന് പോലെ പോലും വേണം നമുക്ക് അവരെ വിളിക്കായിരുന്നു. കാരണം മന്ത്രിയായിട്ടുള്ള അവരുടെ ഭർത്താവ് ആൾ വീട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ആൾ ലംഘ്യബന്ധത്തിൽ ഇടപെടുന്നു, ഇവരെ പീഡിപ്പിക്കുന്നു, അവർ പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നു, ശ്രദ്ധിക്കാതെ പോകുന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഇര ഇതായിരുന്നു നമ്മൾ. അല്ല, പക്ഷേ അപ്പോഴൊരു അത്ഭുതം തോന്നിയ ഒരു കാര്യം, ഗണേഷ് കൃത്യമായി പെണ്ണുപിടിയനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, പലതവണ ഞാൻ ഇത് കണ്ടതാണ്, ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് പറയുന്നു. മുമ്പൊരിക്കലും ഇതുപോലെ ശ്രീലേഖ IPS വിളിച്ചു ഈ ഇതുപോലൊരു വിഷയം ഉണ്ടായപ്പോഴെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മുകേഷിൻ്റെ രണ്ടാം ഭാര്യ അവരുടെ ആ സ്ത്രീയുടെ നല്ല ഒരു പേര് പറയുന്നില്ല, അവർ പിരിഞ്ഞുപോയി, അന്തസ്സായവർ പിരിഞ്ഞുപോയി. അതുപോലെ ഒരു ഭർത്താവ് പെണ്ണുപിടിയനാണ്, ലോക വൃത്തികെട്ടവനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ, അത് വേറെ എന്തും ഒരുപക്ഷെ സ്ത്രീയും പുരുഷനും സഹിക്കാം, പക്ഷേ നമ്മുടെ പങ്കാളി പരപുരുഷ ബന്ധം അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം നടത്തുകയാണ്, അത് ഒന്നുമല്ല, ഒന്നോ രണ്ടോ ആണെങ്കിലും ചില സഹിച്ചെന്ന് വരാം. ഇത് ഗണേശൻ തന്നെ പറഞ്ഞ് സംഭവിക്കുന്നു പലതുണ്ടെന്ന്. അങ്ങനെ ഒരു സ്ത്രീ അയാളെ വിട്ടുപോകാതെ അയാളോടൊപ്പം നിൽക്കുകയും ഇന്നലെ ഈ കാര്യം വിവാദമുണ്ടായപ്പോൾ ഒരൊറ്റ ഫോൺ കോളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്തപ്പോഴാണ് അവരുടെ ഒരു നിലപാടെന്ന് മാത്രമല്ല, അവരുടെ ഒരു എന്താണ് പറയേണ്ടത്, അവരെന്താണെന്നുള്ളതാണ്. അതെ, അതാണ്. എന്ന് മാത്രമല്ല, എനിക്ക് ഇപ്പൊ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്, ഈ ഗണേഷ് കുമാറിന്റെ പരസ്ത്രീ ബന്ധത്തിലൊന്നും വലിയ പ്രശ്നമുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല ഇവരെന്ന്. അല്ല, അത് ഗണേഷ് കുമാർ ഇതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അത് വിഷയമേ ആയിരുന്നില്ല. അതെ, അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുണ്ടാക്കുന്ന അവരും ഇയാളും കൂടെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള അഴിമതി പണത്തിന് മേൽ അയാൾ മാത്രം കണ്ണുവെക്കുന്നു. മനസ്സിലായി? അപ്പോൾ അതാണ് അവരെ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഇടയ്ക്ക് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഗണേഷ് കുമാറിന്റെ ഏതാണ്ട് ഒരു പകുതി കൂടുതൽ സ്വത്ത് അവരുടെ കയ്യിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഗണേഷ് കുമാറിന്റെ കയ്യിൽ 1000 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ്. ശരി. ഗണേഷ് കുമാർ ഇവരെ കല്യാണം കഴിച്ച സമയത്ത് തന്നെ ഇവർക്ക് കോടികളുടെ സ്വത്ത് ഗണേഷ് കുമാർ എഴുതി കൊടുത്തിരുന്നു. കാരണം അവന്റെ ആദ്യ ഭാര്യയും മകളും അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ബാക്കി സ്വത്തും കൂടെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള പണി ഇവള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് എത്ര വലിയൊരു സൂത്രക്കാരിയായിട്ടുള്ള സ്ത്രീയാണ് നമ്മൾ ആലോചിക്കുക. നമ്മൾ 2-3 ദിവസം ഇവരെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ഇനി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പുതിയ കേസ്. അല്ല, ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ, ഇപ്പം നമ്മളിപ്പം അതൊക്കെ നേരിട്ടുകൊണ്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം എത്ര തന്ത്രപരമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയാണ് ഇവർ. കാരണം തൻ്റെ ഭർത്താവിൻ്റെ ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ആണ് പുറത്തു പറയുന്നതെങ്കിൽ അത് 100% ആളുകൾ വിശ്വസിക്കും എന്നറിഞ്ഞുകൊണ്ട് അതുപോലൊരു കഥ മെനഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവരത് പ്രാവർത്തികമാക്കി അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് അത് എത്തിച്ചു എന്നുള്ളതാണ് അവരുടെ മിടുക്ക്. ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പം ഏഷ്യാനെറ്റിൽ തന്നെ അവർ അത് കൊണ്ടുവരുന്നു. ഏഷ്യാനെറ്റിൽ തന്നെ വളരെ വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന KG കമലേഷ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനോട് തന്നെ അവർ സംസാരിക്കുന്നു. എത്ര വിശ്വാസയോഗ്യമായിട്ടാണ് അവർ ആ കാര്യങ്ങൾ പറയുന്നത്. ഇനി ഏറ്റവും അവസാനമായി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്തുകൊണ്ട് ഇയാളുടെ രാജി പിണറായി വാങ്ങിയില്ല? കാരണം സ്ത്രീ സുരക്ഷാ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവൻ്റെ രാജി വാങ്ങിച്ചിരുന്നെങ്കിൽ പിണറായിയുടെ ക്രെഡിറ്റ് ഭയങ്കരമായിട്ട് കൂടുക. എവിടെ കൂടെ ഇനി കൂടെ കൂടും എന്ന് കുറെ പേർക്കെങ്കിലും പറയാമായിരുന്നു, അല്ലെങ്കിൽ അയാൾക്കെങ്കിലും പറയാമായിരുന്നു. ഞാൻ ഇത് കണ്ട ഉടനെ തന്നെ. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അയാൾ രാജി വാങ്ങിക്കായിരുന്നത്. കാരണം അയാളുടെ മകൾ ഉൾപ്പെടെ അയാളുടെ കുടുംബം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അഴിമതി ഡീലുകളുണ്ട്. ആ ഡീലുകളെ കുറിച്ചിട്ട് ഇയാളെ നാളെ പുറത്തു പറഞ്ഞാൽ എന്ത് ചെയ്യും? ഗണേഷ് കുമാർ അത് പുറത്ത് പറയുന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കും. കാരണം ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നു. അത് മാത്രമല്ല അയാൾ ഭയങ്കര ഒരു പ്രതികാരദാഹിയാണെന്നാണ് പറയുന്നത്. തന്നെ എന്തെങ്കിലും ചെയ്യുന്നവരെ നശിപ്പിച്ചിട്ട്. ഗണേഷ് കുമാർ അത് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അത് ഉദാഹരണമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾ വിചാരിച്ചാണ് ഇതിപ്പോൾ പുറത്താക്കി കഴിഞ്ഞാൽ ഇലക്ഷന് മുമ്പ് ഇയാൾ ഇത് ഇവിടെ പൊട്ടിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കും. അതുകൊണ്ടാണ് രാജി ആവശ്യപ്പെടാതിരുന്നത് ആവശ്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നതും നമ്മുടെ മുമ്പിൽ നടന്നതായി പറഞ്ഞതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചില സാധനങ്ങളുണ്ട്. എന്താണ് ഈ മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന് പറയുന്ന സ്ഥാപനം? എന്താണ് അവരുടെ സാമ്പത്തിക ഇടപാട്? എന്താണ് അവരേതൊക്കെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്? അതുപോലെ തന്നെ KSRTCയുടെ ഈ ബസ് വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാട് അതിലാരൊക്കെയാണുള്ളത്, ഏത് കമ്പനിയുടെയാണ് വാങ്ങിച്ചത്? ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാവണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാവണം. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഈ വിഷയം ഇതിലൂടെ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതോടൊപ്പം തന്നെ ഈ അന്നത്തെ ഒരു വിദേശയാത്ര ഇനിയും ചർച്ചയാവണം.
കാരണം ഔദ്യോഗിക യാത്ര അല്ലായിരുന്നു അത്. അവിടെ ഗണേഷ് കുമാറും സാധാരണ ഇവിടെ 20 മന്ത്രിമാരുണ്ട്. ഈ മന്ത്രിമാരോടൊപ്പം ഒന്നും വിദേശയാത്ര പോകുന്ന ആളല്ല. എന്തെങ്കിലും ഔദ്യോഗിക ആവശ്യം മറ്റേ എന്താണ് റൂം ഫോർ റിവർ പദ്ധതി പോലെയുള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ശിവൻകുട്ടിയൊക്കെ വലിച്ചേരിക്കൊണ്ട് പോകുന്നതല്ലാതെ 95% യാത്രകളിലും അയാൾ ഒറ്റയ്ക്ക് അയാളുമായിട്ട് കുടുംബവും മക്കളും ഭാര്യയും പോകുന്നത്. അവിടെ അന്ന് തന്നെ ദുരൂഹത ഉണ്ടായിരുന്നതാണ്. മലേഷ്യയിലും സിംഗപ്പൂരും ഉള്ള ഈ യാത്രയിൽ, അതും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ട മറ്റു സംസ്ഥാനങ്ങളിൽ നടത്തേണ്ട സമയത്ത് അതെല്ലാം മറന്നിട്ട് പിണറായി വിജയൻ ഗണേഷ് കുമാറിനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം പോയപ്പോൾ തർക്ക വിഷയമായിരുന്നു. ഇതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പത്തനാപുരം സ്വദേശിയായ സിംഗപ്പൂരോ മലേഷ്യയോ പൗരനായ ഒരാൾ മരണപ്പെട്ടു. ആ ഇടയ്ക്കാണ്, അത് ഈ സന്ദർശനത്തിനിടയ്ക്ക് മരണപ്പെടുന്നു. അതിനുശേഷം അയാളുടെ സഞ്ചയന കാർഡിൽ ഉണ്ടായിരുന്നത് സഹോദരി ബിന്ദു മേനോൻ, ഭർത്താവ് ഗണേഷ് കുമാർ എന്നുള്ളതാണ്. അപ്പോൾ പത്തനാപുരത്തുള്ള ആൾക്കാർ അന്ന് പുറത്തു വന്നിരുന്നതാണ് ഈ പരേതന് ബിന്ദു മേനോൻ എന്നൊരു സഹോദരി ഇല്ല എന്നുള്ള കാര്യം. അത് വാർത്തയൊക്കെ വന്നതാണ്. അതും ഇതുമായിട്ടൊക്കെ ബന്ധം കാണും, ഒരുപക്ഷെ ബന്ധം കാണില്ലേ? അല്ല, സാധ്യതയെ തള്ളണ്ട. ഞാൻ പറഞ്ഞത് ഇത് ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇത് ഈ സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വലിയൊരു അണുബോംബായി ഈ സംഭവം മാറുകയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷമൊക്കെ ഇത് വലിയ വിഷയമാക്കി എടുക്കും. മാധ്യമങ്ങൾ തന്നെ ഇത് വലിയ തോതിൽ വാർത്തയാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് വിവരങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളത് ആലോചിച്ചു, ഒരു മന്ത്രിയുടെ ഭാര്യ മന്ത്രി വീട്ടിൽ സ്ഥാപനത്തിന്റെ അഡ്രസ് നോക്കുകയാണ്. മന്ത്രി വീട്ടിൽ, മന്ത്രിയുടെ വീട്ടിൽ, മന്ത്രി ഭവനല്ല. അല്ല, അതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ മകളുടെ IT കമ്പനി, ബാംഗ്ലൂരിലെ പൂട്ടിയ IT കമ്പനിയുടെ അഡ്രസ് ക്ലിഫ് ഹൗസിൻ്റെതായിരുന്നു. പക്ഷേ ഇത് അതുപോലെ തന്നെ വലിയ വകുപ്പുകളിൽ നിന്ന് വലിയ തോതിൽ കരാറുണ്ടാക്കുന്നു, മനസ്സിലായില്ലേ, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ വിഷയമായി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരികയും അത് LDFനെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു വിഷയമായി ഇത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇതോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടത് നമ്മൾ മറ്റൊരു ചർച്ചാ വിഷയമാക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അതായത് ഒരു 4-5 വർഷം മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ വാരഫലം എന്നൊരു സിനിമയുടെ സംവിധായകനായിട്ടുള്ള അശോകൻ താഹ, അവർ രണ്ടുപേരായിരുന്നു. അതിൽ അശോകൻ ഒരു 3 വർഷം മുമ്പ് മരണപ്പെട്ടു. 3-4 വർഷം മുമ്പ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ ഭാരത് ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നു. പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ അത് മുഖ്യമന്ത്രി അവിടെ വരുന്നു, മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും വരുന്നു, മണിക്കൂറുകളോളം അവിടെ ചിലവഴിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അശോകൻ വർക്കലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ രീതിയിലുള്ള ചിത്രങ്ങളൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടില്ല. പഴയ ചിത്രങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. പിന്നീട് അശോകനെക്കുറിച്ച് കേൾക്കാനില്ലായിരുന്നു. പിന്നെ അശോകനെക്കുറിച്ച് അവസാനമായി കേട്ടത് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ്. മരണപ്പെട്ട് അത് ഒരു അവാർഡോ അങ്ങനെയുള്ള ഒന്നും കിട്ടിയിട്ടില്ല. സിനിമാ ലോകത്തിന് ഒരു സംഭാവന ചെയ്തിട്ടുള്ള ആളല്ല. അത്രയ്ക്കും നല്ലൊരു ചിത്രങ്ങളെടുത്ത അവാർഡൊന്നും വാങ്ങിയ ഒരാളല്ല. അല്ലാത്തൊരു അവാർഡ് പോലും കിട്ടാത്ത ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് പിണറായി വിജയൻ ബന്ധുത്വം ഉണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ആ പിണറായി വിജയൻ ഭാരത് ഭവനിൽ വന്ന് മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു. അതിൽ ആദ്യം പിണറായി വിജയൻ ഉണ്ടായിരുന്നു, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മണിക്കൂറുകളോളം ചെലവഴിച്ചു. അപ്പോൾ എന്താണ് ഈ ബന്ധം? കാരണം ഈ പറയുന്ന അശോകൻ, അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുറപ്പെണ്ണിനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവർ സിംഗപ്പൂർ സ്വദേശിനിയാണ്. ഇദ്ദേഹത്തിനും സിംഗപ്പൂർ പൗരത്വം ഉണ്ട് എന്നുള്ളതാണ്. അതും ഇതുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതില്ലേ? അല്ല, അതുകൊണ്ട് എന്ന് മാത്രമല്ല, ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് 2004-ലോ 2005-ലോ മറ്റോ ADB വായ്പ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ട്രേറ്റ് ഉപരോധം UDF സർക്കാരിനെതിരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കളക്ട്രേറ്റ് ഉപരോധം. ആ ഉപരോധം നടക്കുന്ന സമയത്ത് ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇയാൾ ആ ഉപരോധത്തിൽ പങ്കെടുക്കാതെ ഇയാളുടെ ഭാര്യയും മക്കളെ കൊണ്ട് സിംഗപ്പൂരിൽ പോയി. മനസ്സിലായി? അപ്പം അതിനെതിരെ അന്ന് DYFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന T. ശശിധരൻ അന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷമായി പ്രസംഗിക്കുകയും അതിൻ്റെ കലിപ്പ് തീരാനായിട്ട് ശശിധരനെ അന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒക്കെ ഒഴിവാക്കും. ഇപ്പോൾ 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാൾ തിരിച്ച് എടുത്തത്. അപ്പോൾ ഇതിലൂടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇയാളുടെ ഒരു സിംഗപ്പൂർ ബന്ധം. അല്ല, അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയതിനുള്ള എയർ ഇന്ത്യയുടെ പുരസ്കാരം പിണറായി വിജയന് കിട്ടി. അതൊന്നും വലിയ ചർച്ചയായിട്ടുള്ള കാര്യങ്ങളല്ല. അത് മന്ത്രിയായപ്പോഴല്ല, മുഖ്യമന്ത്രിയായിട്ടല്ല, പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴുള്ള കാര്യമായി പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന അഴിമതിയുടെ ചീഞ്ഞെളിഞ്ഞ കഥകൾ. ഇവിടെ എനിക്ക് തോന്നുന്നു, ഇവിടെ നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓർക്കേണ്ട ഒരാളുണ്ട്. ആ വനിതയുടെ പേരാണ് സ്വപ്ന സുരേഷ്. തീർച്ചയായിട്ടും അവർ ആ വിവാദമുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ സംഭവങ്ങൾ ഓരോന്നായി ഇപ്പോൾ ഈ വിവാദത്തിലും മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് വരുന്നുണ്ട്, മനസ്സിലായി? അപ്പം അവർ യഥാർത്ഥത്തിൽ
അവരെ നമ്മൾ വളരെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, തീർച്ചയായിട്ടും അവരെ ഒരിക്കലും ഞാനൊരു തെറ്റുകാരിയായി കാണുന്നില്ല. അവരുടെ ഓരോ വാക്കുകളിലും അവരുടെ ഓരോ ഫേസ് എക്സ്പ്രഷൻസിലും അവർ പറയുന്നത് വാസ്തവമാണ് എന്നുള്ളതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. നമുക്കറിയാം, അവർ കള്ളം പറയേണ്ട ആവശ്യമില്ല. അവരൊരു മോശം സ്ത്രീ ആയിരുന്നുവെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ ഗോവിന്ദൻ ഓഫർ ചെയ്ത 30 കോടിയും വാങ്ങി വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി സുഖമായി ജീവിക്കാമായിരുന്നു. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായിരുന്നാലും സ്വപ്ന സുരേഷൊക്കെ വളരെ നല്ലൊരു സ്ത്രീയാണ്. അവർ ബലിയാടാക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും നമുക്കിതോടെ അവസാനിപ്പിക്കാം. പക്ഷേ ഇതിലൂടെ പുറത്തു വരുന്നത് നോക്കൂ, കേരള സമൂഹത്തിനെ, മാധ്യമപ്രവർത്തകരെ, മാധ്യമ രംഗത്തെ ഒക്കെ എത്ര വിദഗ്ധമായിട്ടാണ് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കബളിപ്പിച്ചത് എന്നുള്ളതാണ്. ഇതൊക്കെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലൊരു ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ആരോപണങ്ങളായി ഉന്നയിക്കാൻ കഴിയുന്നതല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരമാണ് കഴിഞ്ഞ 10 കൊല്ലങ്ങളായി പിണറായി വിജയനും അയാളുടെ കൂട്ടുമന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ. അതിലെല്ലാം തന്നെ മാസപ്പടി കേസ്, പല കേസുകളിലും മുഖ്യമന്ത്രിയുടെ മകൾക്കും പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ മുമ്പ് പുറത്തു വന്നിരുന്നു. ഇപ്പോഴും അതുതന്നെ വരുന്നു. അപ്പോൾ ഈ ക്ലിഫ് ഹൗസ് ഒരു മാഫിയ താവളമായി മാറിയിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പൊതുതെരഞ്ഞെടുപ്പ് അടുത്തതോടെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എന്തായിരുന്നാലും ഈ വിഷയങ്ങളൊക്കെ സമൂഹത്തിൽ ചർച്ചയാകണം. ഇതൊക്കെ പൊതുജനങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇനി ആകെ ഉള്ളത് ഈ കേരളത്തിൻ്റെ മണ്ണാണ്. ഒരു തവണ കൂടി ഭരണം കിട്ടിയാൽ ഇനി 2 കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം എല്ലാ നികുതികളും പിഴകളും എല്ലാം വർദ്ധിപ്പിച്ചു. ഇനി അടിവസ്ത്രം മാത്രം ആഡംബര നികുതി ചുമത്തുക എന്നുള്ളതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി, കേരളത്തിലെ ഓരോ മണ്ണ്, ഓരോ അടിയും അത് അളന്ന് വിൽക്കും ഈ പിണറായി വിജയൻ്റെ സർക്കാർ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സമ്മതിദാനാവകാശം അത് ഫലപ്രദമായി വിനിയോഗിക്കുക എന്ന് മാത്രമേ എനിക്കിനി പറയാനുള്ളൂ.